തമ്മിൽ ബൈ SKN ഇന്ന് ആരംഭിക്കുന്നു. എല്ലാ ദിവസവും രാത്രി 8:15 24-ൽ. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് വീണ്ടുമുണ്ടായ മണ്ണിടിച്ചിലിന്റെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനിടെയാണ് ചെങ്കൽ പാറകൾ ഉൾപ്പെടെ താഴേക്ക് പതിച്ചത്. മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നിർമ്മാണത്തിലെ അപാകതയാണ് മണ്ണിടിച്ചിലിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കണ്ണൂരിൽ നിന്ന് അരുൺ പാറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കണ്ണൂർ കുപ്പത്ത് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലമാണിത്. NH 66 NH 66 മേഘ കൺസ്ട്രക്ഷൻ കമ്പനി നിർമ്മാണം നടത്തുന്ന പ്രദേശമാണ്. ഇത് തളിപ്പറമ്പിലാണ് ഈ സ്ഥലമുള്ളത്. വലിയ പാറക്കല്ലുകൾ ഉൾപ്പെടെ താഴേക്ക് അത് തകർന്നു വീഴുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ റീച്ചിൽ, അതായത് സംരക്ഷണ ഭിത്തി കെട്ടുന്ന സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അത് സംരക്ഷണ ഭിത്തി നല്ല ഉറപ്പുള്ള സംരക്ഷണ ഭിത്തിയാണ്, പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ മണ്ണ് താഴേക്ക് പതിച്ചിട്ടുണ്ട്. അത്രത്തോളം അപകട സാധ്യത ഇവിടെയുണ്ട്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ മണ്ണൊക്കെ ഒലിച്ചുപോയി ഇതിന് താഴെയുള്ള വീടുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സമീപവാസിയായ ഒരാൾ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, വലിയ അപകട സാധ്യതയുണ്ട് അല്ലേ? ഇത് വലിയ അപകട സാധ്യത തന്നെയാണ്. ഇതിന് മുമ്പ് മണ്ണ് മാത്രമേ ഇടിഞ്ഞിട്ടുള്ളൂ. അപ്പം മഴക്കാലമായിരുന്നു. ഈ മഴക്കാലത്ത് മണ്ണടിച്ചിട്ട് കുറേ വീട്ടിലെല്ലാം ഭയങ്കര വിഷമം, ബുദ്ധിമുട്ടായി കുറേ ആൾ മാറി താമസിക്കേണ്ട വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാളും കൂടുതലാണ് ഈ കല്ലാണ്, ഇത് മണ്ണ് മാത്രമല്ല. അതുകൊണ്ടല്ലാണ്ട് ഇപ്പോൾ ഇത് ഒരു സൈഡ് കെട്ടിയതെല്ലാം പൊളിഞ്ഞില്ലേ, എന്നും ഇത് പൊളിയാൻ ചാൻസ് ഉണ്ട്. അതിനിപ്പോൾ ഇനി അതിനായ കാര്യമായ എന്തെങ്കിലും ചെയ്യാണ്ടിപ്പം പറ്റില്ല. ഈ ബിൽഡിംഗ് തന്നെ ഇപ്പം പറയാൻ പറ്റില്ല. അതുപോലത്തെ ഈ യാത്രക്കാർ ഒരുപാട് പോകുന്നതാണ്. കാസർഗോഡ് നിന്നൊക്കെ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ വരുന്നതാണ്. ആ സമയത്ത് ഇങ്ങനെ മണ്ണ് ഇടിഞ്ഞിട്ടേ കുന്നക്കിടിഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ അതൊരു ആശങ്കയുണ്ടോ? ഉണ്ടാവും. കാരണം ഇപ്പോൾ തന്നെ കാണുന്നില്ല. ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഒന്ന് അനങ്ങിയാൽ ഇപ്പോൾ ഇവരുടെ സൈഡ് കെട്ടുന്നുണ്ടല്ലോ, അതന്നെ ഇങ്ങോട്ട് ഇടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ കാര്യം തന്നെ ഇപ്പം കുറച്ച് എങ്ങനെയാണ്, ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് കുറച്ചൊരു ഇതില്ല. മഴയാണെങ്കിൽ വെള്ളം ഈ മണ്ണ് പോർന്നിട്ട് എന്തോ ആകാൻ ചാൻസ് ഉണ്ട്. അതിന് കാര്യമായ നടപടി എടുക്കണം. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മുകളിൽ വലിയ കെട്ടിടങ്ങളൊക്കെ തന്നെയുണ്ട്. അതിന് മുകളിൽ വാഹനങ്ങളൊക്കെ പോകുന്ന റോഡുണ്ട്. പക്ഷേ ഈ താഴേക്ക് ഉള്ള ഈ മണ്ണിടിച്ചിൽ അത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും അപകടം പതിയിരിക്കാവുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. യാത്രക്കാർ ഉൾപ്പെടെ നമുക്കിപ്പോൾ ചേരുകയാണ്. ചേട്ടാ, വലിയ ആശങ്കയുണ്ട് അല്ലേ? വളരെ വലിയ ആശങ്കയുണ്ട്. നമ്മൾ ഇതിലേക്കൂടെ തന്നെ പേടിച്ചിട്ട് ഇപ്പോൾ പോകുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഈ റോഡിലേക്കൂടെ പോകുന്നത് തന്നെയാണ്. എന്ത് ചെയ്യാനാണ്? ഇവർ അതിൻ്റേതായ എഞ്ചിനീയർമാരും ആൾക്കാരൊക്കെ ഉള്ളതല്ലേ, അവർക്കെല്ലാം അതിൻ്റെ അറിയാണ്ടായി എത്ര ചെയ്യാൻ വേണ്ടി. തളിപ്പറമ്പ് MLA MV ഗോവിന്ദൻ അദ്ദേഹം ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഈ ഉറപ്പില്ലാത്ത മണ്ണാണ് താഴേക്ക് ഇടിഞ്ഞു വീണതെന്ന നിഗമനത്തിലാണുള്ളത്. എന്തായാലും പൊതുമരാമത്ത് മന്ത്രിയുമായി ഈ കാര്യം സംസാരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ സ്ഥലത്ത് ഇപ്പോൾ പണിയെടുക്കുന്നത്. ഇവിടെ ഈ തൊഴിലാളികളൊക്കെ എത്തി ഇവിടെ ഒരു സേഫ്റ്റി വാൾവ്, അതായത് അകത്തേക്ക് ആളുകൾ പ്രവേശിക്കാതിരിക്കാനുള്ള ഒരു ശ്രമം, അതിനുള്ള ഒരു വേലി സ്ഥാപിക്കുന്നുണ്ട്. എന്തായാലും വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഏത് സമയത്തും ഇനിയും മണ്ണിടിയാനുള്ളൊരു സാധ്യതയുണ്ട്. സംരക്ഷണ ഭിത്തി കെട്ടുന്ന സ്ഥലത്തൂടെയാണ് ഈ മണ്ണ് ഇടിഞ്ഞിരിക്കുന്നത്. അരുൺ പാറക്കലാണ് റിപ്പോർട്ട് ചെയ്തത്. മണ്ണിടിഞ്ഞുള്ള അവിടുത്തെ ആശങ്ക കണ്ണൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.